അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ജസീറത്തുൽ അറബിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് തരണം ചെയ്തതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഷാമിന്റെ മറ്റു ചില ഭാഗങ്ങൾ അവിടേക്ക് സൈന്യത്തെ അയക്കാനുള്ള തീരുമാനമെടുക്കുകയും അതനുസരിച്ച് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം കത്തെഴുതി, താങ്കൾ ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണോ അതിനേക്കാൾ താങ്കൾക്ക് ഈ ജീവിതത്തിലും പരലോകത്തിലും ഖൈറായ ഒരു കാര്യത്തിലേക്ക് താങ്കൾ വരണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിനെ തിരിച്ച് അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നി സഹമും മിൻ സിഹാമിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് ഞാൻ. വഅൻത അബ്ദുല്ലാഹിർ റാമി ബിഹാ വൽ ജാമിഉ ലഹ, ഈ അമ്പുകളെ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ആ അമ്പ് എയ്യുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ അടിമയാണ് നീ. ഞാനൊരു അമ്പാണ്, അമ്പ് എയ്യുന്ന ആള് നീയാണ്. അതുകൊണ്ട് ഫൻളുർ അശദ്ദഹ വ അഖ്ശാഹ ഫർമി ബിഹാ ഫീഹാ, അതിൽ ഏറ്റവും കടുത്തതും ശക്തതുമായത് ഏതോ അത് ഏതാണെന്ന് താങ്കൾ നോക്കുകയും എന്നിട്ട് അതുകൊണ്ട് ഫർമി ബി ഫീഹ, ആ കാര്യത്തിൽ എന്നെ നിങ്ങൾ നിയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു അമ്പായി ഒരായുധമാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു പടയാളിയാണ് ഞാൻ. എന്നെ എങ്ങോട്ട് അയക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഏറ്റവും ശക്തമായി എവിടേക്ക് എന്നെ ആവശ്യമുണ്ടോ ആ സ്ഥലത്ത് നിങ്ങൾ എന്നെ നിയോഗിച്ചാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന മറുപടി അംറുൽ ആസ് റളിയല്ലാഹു അൻഹു നൽകി. തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ആളുകളെ സിറിയയുടെ 3 പ്രദേശങ്ങളിലേക്ക് സൈന്യങ്ങളെയുമായി നായകന്മാരായി നിശ്ചയിക്കുകയുണ്ടായി. ഒന്ന് അബൂ സുഫിയാന്റെ പുത്രൻ യസീദ് ബിൻ അബി സുഫിയാൻ, അദ്ദേഹമായിരുന്നു ഒരു ഭാഗത്തേക്ക്, അതായത് ഡമസ്കസിലേക്ക് നിയോഗിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെയാണ് കൂടുതൽ പട്ടാളക്കാരുണ്ടായിരുന്നത്. രണ്ടാമത്തേത് നേരത്തെ നമ്മൾ എണ്ണിയിട്ടുള്ള 10 പേരിൽ ഒരാളായ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ ഹിംസ് പ്രദേശത്തേക്കും നിയോഗിച്ചു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഫലസ്തീനിലേക്കും, ഇന്നത്തെ ഫലസ്തീനൊക്കെ അന്നത്തെ സിറിയന്റെ ഭാഗമാണ്, ഫലസ്തീൻ, ഹിംസ്, ദിമഷ്ക്, ഇങ്ങനെ 3 ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന യസീദ്, അബൂ ഉബൈദ, അംർ ഇബ്നുൽ ആസ് 3 ആളുകളെയും അവരുടെ നേതൃത്വത്തിൽ സൈന്യങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയക്കുകയുണ്ടായി. ഒന്നാമത് പറഞ്ഞ യസീദ് ബിൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അയക്കപ്പെട്ട സൈന്യത്തിന് പോഷക സൈന്യമായി, അതായത് അവർക്ക് വീണ്ടും സഹായത്തിന് വേണ്ടി 2 ആളുകളെ, ഒന്ന് ശുറഹ്ബീൽ ബിൻ ഹസന, അതുപോലെ തന്നെ ഇക്രിമത്ത് ബിൻ അബി ജഹൽ, ഈ 2 ആളുകളെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ? യമാമയിൽ മുസൈലിമക്കെതിരിൽ ഖാലിദ് വലീദിന്റെ കൂടെ യുദ്ധം നടത്തിയ ആളുകളാണ് ആര്? ഇക്രിമയും അതുപോലെ തന്നെ ശുറഹ്ബീൽ ബിൻ ഹസനയും. ഈ 2 ആളുകളെയും ഇവരെയും ഇവരുടെ കൂടെ സൈന്യങ്ങളെയും ഈ യസീദ് ബിൻ അബൂ സുഫിയാന്റെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി. അപ്പൊ അത്രയും ആളുകളെ 3 സംഘങ്ങൾ ഒരുമിച്ചായി. ഇനി ഈ യുദ്ധത്തിൽ ഒരുപാട് സഹാബികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകൾ പെട്ട സഹാബികളും അതിന് പുറമെ സുബൈർ ഇബ്നുൽ അവ്വാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂ ദർദ, അബൂ ഹുറൈറ, ഈ സഹാബികളൊക്കെ നേരത്തെ പറഞ്ഞതിന് പുറമെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പൊ ഒരുപാട് സഹാബികൾ അടങ്ങുന്ന വമ്പിച്ച ഒരു സൈന്യമായിരുന്നു സിറിയയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയച്ചത്. അങ്ങനെ യർമൂക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഘോരമായ യുദ്ധം നടന്നു. അതാണ് ചരിത്രത്തിൽ ഇന്നും അറിയപ്പെടുന്ന യർമൂക്ക് യുദ്ധം. 2 യുദ്ധങ്ങൾ, ഒന്ന് ഖാദിസിയ യുദ്ധം, യർമൂക്ക് യുദ്ധം, ചരിത്ര പ്രസിദ്ധമായ 2 യുദ്ധങ്ങളാണ്. ആ യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് 27,000 പടയാളികളാണ്. എന്നാൽ ശത്രുക്കളുടെ ഭാഗത്ത് 1,20,000 ആളുകൾ, 1,20,000 ആളുകൾ, ഏകദേശം 4 ഇരട്ടിയിൽ കൂടുതലായി. 4 3 12, ഇവിടെ 30 ഇല്ല, 27,000 ഉള്ളൂ. 4 ഇരട്ടിയിൽ കൂടുതലുണ്ട് ആര്? ശത്രുക്കൾ. 4-1 ഉള്ളൂ മുസ്ലിങ്ങൾ. അപ്പൊ ഇത്രയും വലിയ സൈന്യമാണ്. 1,20,000 ഉണ്ട്, ഇവര് 27,000 ഉള്ളൂ. അപ്പൊ ഈ അബൂ സിദ്ദീഖ് അയച്ച ആളുകൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും എന്ത് ചെയ്തു? ഇനിയും ആളുകളെ അയച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഇത് എവിടുന്ന് അയക്കാന്നൊക്കെ മതിയെന്ന് പോണ്ടേ? അപ്പൊ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് നൽകിയ നിർദ്ദേശം, ഇജ്തമിഉ വകൂനു ജുന്ദം വാഹിദ. അപ്പൊ ഈ പല ഭാഗത്തുള്ള ആളുകളൊക്കെ കൂടി ഒരു സ്ഥലത്തേക്ക് വരും, എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒറ്റ സൈന്യമായി മാറൂ. ഫഅൻതും അൻസാറുല്ലാഹ്, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ അൻസാറുകളാണ്. അള്ളാഹു അവനെ സഹായിക്കുന്നവരെ സഹായിക്കും, അവനിൽ അവിശ്വസിക്കുന്നവരെ അള്ളാഹു കൈയൊഴിക്കും. ഒരിക്കലും മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നത് അവരുടെ എണ്ണക്കുറവ് കൊണ്ടല്ല, എണ്ണം കുറഞ്ഞുകൊണ്ട് നോക്കിയിട്ടല്ല ശത്രുക്കൾ വരിക. വലാകിൻ മിൻ തിൽഖാഇ ദുനൂബ്, മറിച്ച്
പാപങ്ങളുടെ നേരെയാണ്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് പാപങ്ങളുണ്ടെങ്കിൽ, തിന്മകളുണ്ടെങ്കിൽ അവിടെ കാര്യം വരും, ശത്രുക്കൾ വരും. ഇത് വലിയ നിർദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, എന്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു, എന്തുകൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ അകപ്പെടുന്നു. അതുകൊണ്ട് ഫഹ്തരിസൂ മിൻഹാ, നിങ്ങൾ ശത്രുക്കളുടെ എണ്ണത്തെയല്ല എന്തിനെയാണ് പേടിക്കേണ്ടത്, മിൻഹാ എന്ന് പറഞ്ഞാൽ അദ്ദുനൂബ്, പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അതില്ലെങ്കിൽ, പാപങ്ങളില്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നാണ്. ഈ പറഞ്ഞ സൈന്യങ്ങളെയും നേതാക്കന്മാർക്കും പുറമെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞ എവിടെ ഉള്ളത്, ഇറാഖിലെ നേരത്തെ പറഞ്ഞ ഹുർമുസ് അല്ലെ, അവരൊരു യുദ്ധത്താണ്. അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സിദ്ദീഖ് നിർദ്ദേശിച്ചു, താങ്കൾ അവിടുന്ന് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് പോകണം. കാരണം ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് പട്ടാളക്കാർ പോരാ, ശത്രുക്കൾ വളരെ ശക്തമാണ്. അങ്ങനെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ പിശാചിന്റെ വസ്വാസിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഞാൻ വ്യാപൃതരാക്കുക തന്നെ ചെയ്യും. ഇവിടെ ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത് ഈ സിറിയയിലെ ആളുകളാണ്. പുരോഹിതന്മാരും അച്ഛന്മാരും ക്രിസ്ത്യാനികൾ കൂടിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആരെ കൊണ്ട് നിങ്ങളെ ഞാൻ പണിയിലാക്കും? ഖാലിദ് ബിൻ വലീദിനെ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പണി തരാം. അതാരെ കൊണ്ടാ? ഖാലിദ് വലീദിനെ കൊണ്ടാണ്. അങ്ങനെ ഖാലിദ് ബിൻ വലീദിന്റെ അടുക്കലേക്ക് അബൂ സിദ്ദീഖ് നിർദ്ദേശം അയച്ചു, സിറിയയിലേക്ക് വരാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ നിർദ്ദേശമനുസരിച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും സൈന്യവും കൂടി സിറിയയിലേക്ക് എത്തി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഒരു ഭാഗത്തിൽ, അല്ലെങ്കിൽ ഒരു വിഭാഗം സൈന്യത്തിന് മുസന്ന ബിൻ ഹാരിത എന്ന് പറയുന്ന ആളെ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചു. അടുത്ത സേനാനായകനായി നിശ്ചയിച്ചുകൊണ്ട് കുറച്ച് ആളുകളെ അവിടെ നിർത്തി. 9500 പട്ടാളക്കാരെയുമായി ഖാലിദ് വലീദ് അവിടുന്ന് എങ്ങോട്ട് വന്നു? സിറിയയിലേക്ക് വന്നു. അദ്ദേഹം യാത്ര ചെയ്ത വഴി ഇറാഖിൽ നിന്ന് സിറിയയിൽ ഈ പറയുന്ന സ്ഥലത്ത് യർമൂക്കിലെത്തണം. അവിടെ എത്തിച്ചേരാൻ അങ്ങനെ ആക്കം പോലെ പോയാൽ പോരാ, വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹം യാത്ര ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തത് വളരെ കുറുക്ക് വഴികളായിരുന്നു. കുറുക്ക് വഴി ഒരിക്കലും എന്താവില്ല, എളുപ്പമുള്ള വഴിയാവില്ല. ഇന്നത്തെ ബൈപ്പാസ് മാതിരിയല്ല, മറ്റേതിങ്ങനെ നേരെയുള്ള റോഡിന് വിലങ്ങുള്ള സ്ഥലങ്ങൾ നോക്കി പോവാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരുഭൂമികളും തരിശു പ്രദേശങ്ങളും അതുപോലെ തന്നെ ഔദിയ താഴ്വരകളും ഇതൊക്കെ അദ്ദേഹം താണ്ടിക്കടന്നു. കുന്നും മലയും തരിശുഭൂമികളും വെള്ളക്കെട്ടുകളും ഒക്കെ താണ്ടിക്കടന്നാണ് അദ്ദേഹവും സൈന്യവും യാത്ര ചെയ്തത്. ഇങ്ങനെ ഈ കുറുക്ക് വഴിയിലൂടെ സഞ്ചരിക്കാൻ വഴികാട്ടിയായി നാഫിഅ ഇബ്നു ഉമൈറ എന്ന് പറയുന്ന ആളെ വഴികാട്ടിയായി അദ്ദേഹം സ്വീകരിച്ചു. ഇവിടെ കൊടുത്തു കാണാം, അദ്ദേഹം സഞ്ചരിച്ച വഴി മഅതശതൻ എന്ന് പറഞ്ഞാൽ വെള്ളം കുറഞ്ഞ, അത്തശ പറഞ്ഞാൽ ദാഹം, ദാഹമുണ്ടാക്കുന്ന വെള്ളം കുറഞ്ഞ മരുഭൂമിയിലൂടെയാണ് മറ്റുമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് വെള്ളം കിട്ടൂല, ഇവർക്കും വെള്ളമല്ല, പിന്നെ വാഹനം എന്താ, ഒട്ടകവും കുതിരയാൻ, ഇതിനും വെള്ളം കിട്ടണം. അങ്ങനെ അത്യാവശ്യത്തിന് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി ഒട്ടകങ്ങളെ അറുത്തു. എന്നിട്ട് അതിന്റെ വെള്ളം എന്ത് ചെയ്തു? കുതിരകൾക്ക് നൽകി. അങ്ങനെ 5 ദിവസം കൊണ്ട് അദ്ദേഹം ഇറാഖിൽ നിന്ന് സിറിയയിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് യർമൂക്കിലേക്ക് എത്തിച്ചേർന്നു. ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഗ്രാമീണരിൽപ്പെട്ട ഒരാൾ ഖാലിദ് വലീദിനോട് പറഞ്ഞു, നിനക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന മരത്തിന്റെ അടുക്കൽ, അതായത് ഇയാൾ സ്ഥലം പറയാണ്, ആ സ്ഥലക്ക് നിനക്ക് എത്താൻ സാധിച്ചാൽ നിനക്ക് വിജയിക്കാൻ പറ്റും, നീയും നിന്റെ കൂടെയുള്ള ആളുകളും ജയിക്കും. അതല്ല, ആ സമയത്തിനടുക്ക് ഈ പറയുന്ന മരത്തിനടുക്ക് അടുക്കൽ നിനക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ നീയും നിന്റെ കൂടെയുള്ള ആളുകളും നശിക്കും തീർച്ചയായും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്തു? വളരെ ചുരുങ്ങിയ വഴിയിലൂടെ സാഹസികമായി സഞ്ചരിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞ സമയത്തിന്റെ അടുക്ക് തന്നെ ഖാലിദ് വലീദും സൈന്യവും ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് അദ്ദേഹം അപ്പൊ ഖാലിദ് വലീദ് പറയാണ്, എന്താ സബാഹ് യഹ്മദുൽ ഖൗമു അസ്സുറാ. ഇത് പിന്നീട് ഒരു ഉപമയായി മാറിയതാണ്, ഒരു തത്വവചനമായി. രാവിലെയാണ്, പ്രഭാതത്തിലാണ് ജനങ്ങൾ രാപ്രയാണത്തെ പ്രശംസിക്കുക. എന്നാൽ രാത്രി യാത്ര ചെയ്താൽ നേരമ്പക്ക് എന്ത് ചെയ്യാ, ലക്ഷ്യസ്ഥാനത്തെത്താം. അപ്പൊ രാവിലെ ആളുകൾ എന്ത് പറയും? ഓ, രാത്രി പുറപ്പെട്ട് നന്നായി എന്ന് പറയും, അല്ലെ? അപ്പൊ അതൊരു പ്രയോഗമായി തീർന്നു. ഈ ഒരു വാക്ക് ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ പറഞ്ഞു. എന്നാൽ രാപ്രയാണം നടത്തുന്നത് പോലെയാണ് ഇവിടെ രാവും പകലും ഒരുമിച്ച് താണ്ടി എന്ത് ചെയ്തു ഈ ദൂരം പിന്നെ കടന്നു വന്നത്, 5 ദിവസം കൊണ്ട് എത്തിച്ചേർന്നത്. ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാൾ മുസ്ലിം സൈന്യം സഹാബത്താണ്, ഇവരുടെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചാരപ്പണി നടത്തി. ഇതൊക്കെ ഹാഫിദ് ഇബ്നു കസീറും അതുപോലെ തന്നെ മറ്റ് പണ്ഡിതന്മാരും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങൾ അറിയപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് മുസ്ലിങ്ങളുടെ സ്ഥിതി എന്ന് അന്വേഷിച്ചപ്പോൾ വജത്തു റുഹ്ബാനം ബില്ലയിൽ, ഈ പോയി വന്ന ക്രിസ്ത്യാനി പറയാൻ, ഞാൻ മുസ്ലിം പട്ടാളക്കാരെ കണ്ടത് അവർ രാത്രിയിൽ പുരോഹിതന്മാരാണ്. എന്നാൽ രാത്രി ഖുർആൻ ഓതുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ഫുർസാനം ബിൻ നഹാർ, പകലിൽ അവർ കുതിരപ്പടയാളികളാണ്. വല്ലാഹ് ലൗ സറഖ ഫീഹിം ഇബ്നു മലിക്കിൻ ഖതഉഹു. അങ്ങനെ ഉണ്ടായതല്ല,
അവരുടെ കൂട്ടത്തിലെങ്ങാനും രാജാവിന്റെ മകൻ കക്കുകയാണെങ്കിൽ ഖതഉഹു, രാജാവിന്റെ മകന്റെ കൈയും അവൽ മുറിക്കും. ഔ സനാല റജമുഹു, ഇനി രാജാവിന്റെ പുത്രൻ വ്യഭിചരിച്ചാൽ അവനെ അവർ എറിഞ്ഞുകൊല്ലും. ഇത് കേട്ടപ്പോ ഇവരുടെ റോമക്കാരുടെ സിറിയയിലെ ശത്രുക്കളുടെ സേനാനായകൻ പറഞ്ഞു അത്രേ, വല്ലാഹി ലഇൻ കുന്ത സാദിഖൻ, അല്ലാഹുവാണ് സത്യം, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ. ഇവിടെ വല്ലാഹി എന്നറിയാൻ കാരണം ഇയാൾ മുസ്ലിം ക്രിസ്ത്യാനിയെ പറയുന്നത്. കാരണം ബൈബിളിലും എന്താ പറയുന്നത്, അള്ളാഹിനെ അറിയിക്കുക. ലബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹ, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഭൂമിയുടെ പുറഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിന്റെ ഉൾഭാഗമാണ്, ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അവരുടെ സേനാനായകൻ പറഞ്ഞു. അതേപോലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്ന് പുറപ്പെടുമ്പോൾ ക്രിസ്ത്യാനികളിൽപ്പെട്ട മറ്റൊരാളെ കണ്ടുമുട്ടി. ഫഖാല ലഹു മാ അക്തറ റൂം വഅഖല്ലൽ മുസ്ലിമീൻ, ഈ ക്രിസ്ത്യാനി പറഞ്ഞു, പുറപ്പെടുമ്പോൾ പറയാൻ, റോമക്കാർ എത്ര കൂടുതലുണ്ട്, മുസ്ലിങ്ങൾ ഇത്ര കുറച്ചല്ലേ ഉള്ളൂ, അവിടെ പോയാൽ ശരിയാവോ? അപ്പൊ ഖാലിദ് പറയുന്നത്, വൈലക്, നിനക്ക് നാശം, അത്തുഖവ്വിഫുനി ബിർറൂം, നീ റോമക്കാരെ പറഞ്ഞുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുകയാണോ? തീർച്ചയായും സൈന്യങ്ങൾ അധികരിക്കുന്നത് എണ്ണം കൊണ്ടല്ല, പിന്നെന്താ, ബിൻ നസ്രി, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സഹായം കൊണ്ടാണ്. വതഖില്ലു ബിൽ ഖിദ്ലാൻ ലാ ബിഅദദിർ റിജാൽ, ആളുകളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് ഖിദ്ലാൻ, കൈയൊഴിക്കുക, പരസ്പരം കൈയൊഴിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനെയും മതത്തെയും കൈയൊഴിക്കുക, അതുകൊണ്ടാണ് ആളുകൾ ചുരുങ്ങിപ്പോകുന്നത്. എന്നാൽ നേരത്തെ അബൂ സിദ്ദീഖ് പറഞ്ഞ മാതിരി എണ്ണം കൂടിയിട്ട് കാര്യമില്ല, എണ്ണം കുറഞ്ഞുകൊണ്ട് പേടിക്കാനുമില്ല, പിന്നെന്തുണ്ടാകണം, അള്ളാഹുവിനൊക്കെ സഹായം കിട്ടണം. വല്ലാഹി ലവദിത്തു അന്നൽ അഷ്ഖറ ബറഅ മിൻ വജഇഹി, അഷ്ഖർ അതിന്റെ വേദനയിൽ നിന്ന് മുക്തമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അഷ്ഖർ എന്നത് ഖാലിദ് ബിൻ വലീദിന്റെ കുതിരയുടെ പേരായിരുന്നു. അപ്പൊ ആ കുതിരക്ക് ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വേദന ഉണ്ടായിരുന്നു. അപ്പൊ ആ വേദന ഇപ്പൊ സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി എന്താ, അതൊരു ബസ്സല്ല, ഞാൻ വിജയിച്ചടക്കും എന്നുള്ള നിലക്ക് ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു ഈ ജൂതന് മറുപടി നൽകി. ശത്രുക്കളുടെ സേനാനായകനായിരുന്ന മാഹാൻ അദ്ദേഹം ഖാലിദ് വലീദിന്റെ അടുക്കൽ വരികയും എന്നിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, മാഹാൻ പറയാൻ, തീർച്ചയായും ഞങ്ങൾക്കറിയാം നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു കടത്തിയത്, എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് യുദ്ധത്തിന് വന്നത് വേറൊന്നും കൊണ്ടുമല്ല, അൽ ജഹ്ദു വൽ ജൂഉ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള വിശപ്പും പ്രശ്നങ്ങളുമാണ്, പട്ടിണി കൊണ്ട് പുറത്തിറങ്ങിയതാ ഞങ്ങളെ യുദ്ധം ചെയ്ത് പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഫഹലുമ്മു ഇലയ്യ ഊഴ്ത്തി കുല്ല റജുലിൻ മിൻകും അശ്റത ദനാനിയ, നീ നമ്മളെ കൂടെ വരും, നിങ്ങളിൽ ഓരോരുത്തർക്കും 10 ദീനാർ വെച്ചും, അന്നത്തെ 10 ദീനാർ, ഓരോരുത്തർക്കും 10 ദീനാറും പിന്നെ കിസ്വ വ തആമൻ, ഭക്ഷണവും വസ്ത്രവും ഒക്കെ തരാം, എന്നിട്ട് അതുമായി നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. അടുത്ത വർഷമായാൽ വീണ്ടും ഇതുപോലെ ഞാൻ അങ്ങോട്ട് അയച്ചു തരും, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇത്ര ഓരോരുത്തർക്കും 10 ദീനാറും ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അതിന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, നീ പറഞ്ഞതുപോലെയല്ല കാര്യം, അതല്ല ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പുറപ്പെടാൻ കാരണം. ഗൈറ അന്നാ ഖൗമുൻ നശ്റബു ദിമാഅ, ഞങ്ങൾ രക്തം കുടിക്കുന്ന മനുഷ്യന്മാരാണ്. വഅന്നഹു ബലഗന, ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്ന ലാ ദമ അത്യബു മിൻ ദമിർ റൂം ഫജിഇനാ ലിദാലിക, നിങ്ങളുടെ രക്തത്തെക്കാൾ ശുദ്ധമായ വേറെ ഒരു രക്തമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ രക്തത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മറ്റേ ആൾ പറഞ്ഞതാ, മഹാമരണ എന്താ, നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചുതരാം, ഞങ്ങൾ അതിനൊന്നല്ല, ഞങ്ങൾക്ക് ഏറ്റവും നല്ല രക്തം വേണം, നിങ്ങളെ രക്തം എന്നറിയാം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞവിടെ സന്ധി അതോടെ അവസാനിച്ചു, പിരിഞ്ഞിട്ട് പിന്നെ ഖാലിദ് വലീദും സൈന്യവും ശക്തമായ പോരാട്ടം നടത്തി. ഇവിടെ പുസ്തകങ്ങൾ എഴുതിയ ഖാമത്തിൽ ഹർബു അലാ സാഖിൻ, സാഖ് എന്ന് പറഞ്ഞാൽ കണങ്കാൽ, യുദ്ധം അതിന്റെ കണങ്കാലിൽ എഴുന്നേറ്റ് നിന്നു. അപ്പൊ യുദ്ധം കൊടുമ്പിരി കൊണ്ടു എന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അത്ര രൂക്ഷമായ യുദ്ധം നടന്നു. റോമക്കാർ അവരുടെ സർവ സന്നാഹങ്ങളുമായി പലവിധ ഇടിമുഴക്കം പോലെ ശബ്ദങ്ങളുമായി അവർ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. അവരുടെ കൂട്ടത്തിൽ പുരോഹിതന്മാരും ബത്താരിക്ക പാർത്രിയാക്കീസുമാരും ഒക്കെയുണ്ട്. ഇവരെന്ത് ചെയ്യണം, അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്, അച്ഛന്മാരും പുരോഹിതന്മാരും ഒക്കെ. ഇവരുടെ സന്നാഹവും ആൾബലവും കണ്ടാൽ ഇതുപോലൊരു സൈന്യം മുമ്പ് ഉണ്ടായില്ല, കാരണം 1,20,000 ഉണ്ട്. അങ്ങനെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ശത്രുക്കളെ ആക്രമിക്കുകയും റോമക്കാരെ പരാജയപ്പെടുത്തുകയും അവർ വിരണ്ടോടുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഈ യുദ്ധം അവസാനിച്ചു. ഈ യുദ്ധത്തെ സംബന്ധിച്ച് 1-2 സംഭവങ്ങളെ സംബന്ധിച്ച് അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ നായകനായി അയക്കപ്പെട്ട, അതുപോലെ തന്നെ നേരത്തെ യമാമയിലേക്ക് പോയ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ പറയാൻ, ഖാതൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മവാത്തിന വഅഫിറു മിൻകുമുൽ യൗം, നബിയോട് പല രംഗത്തും യുദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം ഇക്രിമാരായിരുന്നു, മുസ്ലിക്കായിരുന്നു, അപ്പുറത്തെ ശത്രുക്കളുടെ വശത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്ത ആളാണ്. പിന്നെ മക്കാ ഫത്തിന് സമയത്താണല്ലോ അല്ലെ ഓടിപ്പോയി, പിന്നെ കപ്പലിൽ കയറിയ സംഭവമല്ലേ, തിരിച്ചു വന്ന് മുസ്ലിമായിരുന്നു.
ആ ഇക്രിമ പറയാൻ, ഞാൻ നബിയോട് ഒരുപാട് സന്ദർഭങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, എന്നാൽ അഫിറു മിൻകുമുൽ യൗം, ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയോ എന്ന് ഇക്രിമ ചോദിക്കാൻ, ഇന്ന് ഞാൻ ഓടാൻ തയ്യാറല്ല. സുമ്മനാദ മൻ യുബായിഉ അലൽ മൗത്ത്, ആരാണ് മരിക്കാൻ തയ്യാറുള്ള, അതിനു വേണ്ടി എന്നോട് ബൈഅത്ത് ചെയ്യാൻ ആരാണുള്ളത്? അങ്ങനെ അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ ഹാരിസ് ബിൻ ഹിഷാമും ലിറാർ ബിൻ അസ്വറും അവരുടെ കൂടെ ഉണ്ടായിരുന്ന 400 കുതിരപ്പടയാളികളും എന്ത് ചെയ്തു? ഞങ്ങൾ ഇവിടെ മരിക്കാൻ തയ്യാറാണ് എന്ന് ശുറഹ്ബീൽ ബിൻ ഹസനയുമായി ബൈഅത്ത് ചെയ്തു. അങ്ങനെ അവർ യുദ്ധം നടത്തുകയും ഇവരിൽ ധാരാളം ആളുകൾ, ഈ 400 പേരിൽ ഭൂരിഭാഗം ആളുകളും ആ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുകയും ചെയ്തു. മറ്റൊരു സംഭവം സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്, അവർക്ക് ദാഹിച്ചു, വെള്ളം ചോദിച്ചു. അങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുക്കപ്പെടും. ഫസാറ കുല്ലു വാഹിദിൻ മിൻഹും യൂദിറു അഖാഹു അലാ നഫ്സിഹി, തന്നേക്കാൾ സഹോദരൻ എനിക്ക് വേണ്ടത്, അപ്പുറത്ത് വെള്ളം ആവശ്യപ്പെടുന്നു, അയാൾക്ക് കൊടുക്കൂ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്തു? ഹത്താ മാതു ജമീഅൻ വലം യശ്റബു മിൻഹും അഹദുൻ, ഒരാളും ഈ വെള്ളം കുടിക്കാതെ എല്ലാവരും ആ നിലക്ക് രക്തസാക്ഷികളായിരുന്നു. കാരണം എന്താ? സ്വന്തത്തേക്കാൾ മറ്റവന്റെ ദാഹം, അപ്പുറത്തൊരാൾ കരയുന്നുണ്ട്, വെള്ളം ചോദിക്കുന്നുണ്ട്, അയാൾക്ക് കൊടുക്കൂ എന്ന് പറയും. അങ്ങനെ ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാവുകയും ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ, ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, ഇതിന് അടുത്ത ഉമർ ഖത്താബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും സംഭവ ബഹുലമായ കാര്യങ്ങൾ ഒരു 2 കൊല്ലവും 2 മാസവും ചില്ലർ വിഷയമൊന്നല്ല. നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞാണ്, ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പിന്നീട് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണ്. ഹിജ്റ 13-ാം വർഷം ജുമാദ അൽ ആഖിറ, നമ്മളെ കലണ്ടറിലൊക്കെ ജമാദുൽ ആഖിറ എന്നൊക്കെ ഇരിച്ച് കാണാം. അത് ജുമാദ അൽ ആഖിറ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക, ജമാദുൽ ആഖിറ അല്ല. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ രോഗം ബാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് മരണ സമയത്തുണ്ടാകുന്ന സക്രത്തുൽ മൗത്ത് അദ്ദേഹത്തെ പിടികൂടി. കൂടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ലഅംറു കമാ യുഗ്നി സറാഉ അനിൽ ഫത ഇദാ ഹസ്റജത് യൗമൻ വലാഖാ ബിഹസ്സദ്റു, ഒരാളുടെ റൂഹ് മേലോട്ട് വരികയും തൊണ്ടക്കുഴിയിൽ കുടുങ്ങുകയും ചെയ്താൽ ഒരാൾക്കും സമ്പത്ത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന ഒരു പാട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പദ്യം ചൊല്ലി. ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണ് ഉയർത്തുകയും എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഹല്ലാ ഖുൽതി, എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? ഏത്? ഈ ആയത്ത്, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, സൂറത്ത് ഖാഫിലെ ആയത്ത്. വജാഅത് സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ മരണലഹരി അതാ വന്നെത്തും. എന്തുമായി വരും? ബിൽ ഹഖി, സത്യവുമായി വരും. ദാലിക മാ കുൻത മിൻഹു തഹീദ്, മനുഷ്യ നീ ഏതൊന്നിൽ നിന്ന് തെന്നിമാറി പോകാൻ ആഗ്രഹിക്കുന്നുവോ അതാണത്. മരിക്കരുത് എന്നാണ് ഓരോരുത്തന്റെയും ആഗ്രഹം, പക്ഷെ ആ മരണം നിന്നെ തേടി വരും എന്ന സൂറത്ത് ഖാഫിലെ 19-ാമത്തെ ആയത്ത് ഇത് നിനക്ക് ഓതിക്കൂടായിരുന്നോ? അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു, എന്താണ്? അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾക്കൊരു ഡോക്ടറെ നമ്മൾ ഹാജരാക്കട്ടെ ചികിത്സിക്കാൻ. അതിന് അദ്ദേഹം അബൂ സിദ്ദീഖ് ഇങ്ങനെ മറുപടി പറഞ്ഞു അത്രേ, എന്താണ്? ഞാൻ എന്റെ ഡോക്ടറെ കണ്ടിരിക്കുന്നു. വഖാലലി ഇന്നി ഫഅാലുൽ ലിമാ യുരീദ്, ആ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തോ അത് ഞാൻ ചെയ്യുന്നവനാണ്. ഫഅാലുൽ ലിമാ യുരീദ് എന്നുള്ള ഖുർആനിലെ ആയത്താണ്. അവിടെ ഇന്നി ഫഅാലുൽ ലിമാ യുരീദ് എന്ന് പറഞ്ഞാൽ അബൂ സിദ്ദീഖ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഡോക്ടർ ആരാ? അള്ളാഹു ആണ്. അങ്ങനെ അദ്ദേഹം മരണത്തെ തെരഞ്ഞെടുത്തു. ദുനിയാവിനോട് ഈ പറഞ്ഞ ജുമാദ അൽ ആഖിറ ഹിജ്റ 13-ാം വർഷം മരണപ്പെട്ടു. നേരത്തെ 10 പേരുടെ 10 ആളുകൾ സ്വർഗത്തിലായതും അതിന് പുറമുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അബൂ സിദ്ദീഖിന്റെ പേരും പരാമർശിച്ചിട്ടുണ്ട്. വേറെ ഒരു ഹദീസ് ഇവിടെ നേരത്തെ പറയാത്തൊരു ഹദീസ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിലൂടെ, മദീനയിലെ ഒരു തോട്ടത്തിലായിരുന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന വടി കൊണ്ട് നിലത്തിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു, വെള്ളവും ചളിയും മണ്ണുമുള്ള ഒരു സ്ഥലത്ത്. ആ സമയത്ത് തോട്ടത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി ഒരാൾ ആവശ്യപ്പെട്ടു, ആരാന്നറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തഹ് വബശ്ശിർഹു ബിൽ ജന്ന, നീ ആ വാതിൽ തുറന്നു കൊടുക്കുക, അയാളോട് സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. വാതിൽ തുറന്നപ്പോൾ കടന്നു വന്നത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. താങ്കൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന സന്തോഷ വാർത്ത നബി പറഞ്ഞതനുസരിച്ച് അബൂ മുസ അശ്അരി അറിയിച്ചു. പിന്നീട് ഒരാൾ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാതിൽ തുറന്നു കൊടുക്കൂ, അയാൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയുക, സന്തോഷ വാർത്ത അറിയിക്കുക. രണ്ടാമത് കടന്നു വന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തോടും ഈ സന്തോഷ വാർത്ത അറിയിച്ചു. മൂന്നാമതൊരാൾ വന്നു, അയാൾ ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു ആ സന്ദർഭത്തിൽ. എന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കാനും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അലാ ബൽവാ തകൂനു, ശേഷം ഉണ്ടാകാൻ പോകുന്ന പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ കടന്നു വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഇതിനെന്ത് മനസ്സിലാക്കാം? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് കുഴപ്പമുണ്ടാവും എന്ന് നബി നേരത്തെ പ്രവചിക്കാൻ, ഉമറും ഉസ്മാനും കൊല്ലപ്പെടും
എന്നും നേരത്തെ പറഞ്ഞു. ഉഹുദ് മലയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നേരത്തെ അബൂ സിദ്ദീഖിന്റെ വിഷയം പറഞ്ഞപ്പോൾ. അപ്പൊ അതാണ് അലാ ബൽവാ തകൂൻ, ഇനി ഉണ്ടാകാൻ പോകുന്ന പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു, അദ്ദേഹത്തോട് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. വഖുൽതു അല്ലദീ ഖാല ഫഖാല അല്ലാഹുമ്മ സബ്റൻ ഔ അല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവെ ക്ഷമ അല്ലെങ്കിൽ സഹായം ചോദിക്കപ്പെടാൻ നല്ലവൻ അള്ളാഹുവാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇത് അബൂ മൂസ അശ്ശരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് അബൂ സിദ്ദീഖിന്റെ പേര് പ്രത്യേകമായി ഈ രണ്ടാളുകളോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ തിർമിദിന്റെ ഹദീസാണ് ആദ്യത്തിൽ വായിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അദ്ദേഹത്തെയും മറമാടപ്പെട്ടു. 2 വർഷവും 2 മാസവും. ഇതിൽ 3 മാസം ഉണ്ട്. 3 മാസം കൂട്ടിയാൽ നബി മരിക്കുന്ന ഹിജറ 11 മരിച്ച് റബീഉൽ അവ്വൽ, 12 റബീഉൽ അവ്വൽ, 13 റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ റബീഉൽ ആഖിർ, ജുമാദാ അൽ ഊല, ജുമാദാ അൽ ഉഖ്റ, അങ്ങനെ 3 കൂട്ടി. ഏകദേശം 2 കൊല്ലം 2 മാസം അല്ലെങ്കിൽ 3 മാസം അത്ര കാലമാണ് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ഇതോടുകൂടി ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുവാനും കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അങ്ങനെ നല്ല മരണം മരിക്കുവാനും ഈ രക്തസാക്ഷികളോടും സഹാബികളോടും യോദ്ധാക്കളോടും ഒപ്പം അവരെ കണ്ട് അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു. നാളെ അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സ്വർഗം ജന്നത്തുൽ ഫിർദൗസ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ നിന്നോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കുന്നു. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ജന്നത്തുൽ ഫിർദൗസ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന് നിന്നിൽ ഞങ്ങൾ രക്ഷ തേടുന്നു. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന് നിന്നിൽ ഞങ്ങൾ രക്ഷ തേടുന്നു. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ